വേനൽക്കടുത്തതോടെ ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കോഴായിലെ സംസ്ഥാന സീഡ് ഫാമിൽ ഒരു ഭാഗത്ത് ഏക്കർ കണക്കിന് പ്രദേശത്തെ നെൽകൃഷി നാശത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിൽ ആദ്യം വിളവിറക്കിയ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഒരേ സമയം കൃഷി ഇറക്കുവാൻ അധികൃതർക്ക് കഴിയുമായിരുന്നു എങ്കിൽ തീർച്ചയായും ഇപ്പോൾ പാടം പൂർണ്ണമായും കൊയ്ത് നഷ്ടം കൂടാതെ വിളവെടുക്കാൻ കഴിയുമായിരുന്നെന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ പൂർണ്ണമായും സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും 4ഉം 5ഉം തവണകളിലായാണ് കൃഷി ഇറക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പാടത്ത് ഒരുമിച്ച് കൃഷി ഇറക്കുകയും ഒരുമിച്ച് വിളവെടുപ്പ് നടത്തുകയും ചെയ്ത നാടിന്റെ വലിയ ഉത്സവം തന്നെയായി പാടത്തെ കൃഷിയും വിളവെടുപ്പും കണ്ട കാലഘട്ടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2ഉം 3ഉം കണ്ടങ്ങൾ തിരിച്ച് വിളവിറക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രതികൂലമായി കൃഷിയെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നെത്തിയിരിക്കുന്നത്. ഫാമിൽ ആവശ്യത്തിന് തൊഴിലാളികൾ ഉണ്ടെങ്കിലും ഇവരെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. കാഷ്വൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന തൊഴിൽ ദിനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രതിഫലം ലഭിക്കുന്നത് എന്നുള്ളതിനാൽ തൊഴിലാളികൾ എത്ര കൂടുതൽ ജോലി ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ഇവരെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിൽ വീഴ്ച വരുന്നതിനാലാണ് യഥാസമയം പൂർണ്ണമായും കൃഷി ഇറക്കാൻ കഴിയാത്തതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇറക്കിയ കൃഷിയിൽ ഒരു ഭാഗം നശിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കടുത്ത വരൾച്ചയെ നേരിടാൻ നേരത്തെ തന്നെ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നതായി പറയുന്നുണ്ടെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടാവാത്തതിനാലാണ് ഇപ്പോൾ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കൃഷിയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ വിഫലമാകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്.